ഞെട്ടേണ്ട ആളൊന്നും ചെയ്യൂല, നമ്മൾ ഫ്രണ്ടാണ്. 25ഓളം രാജ്യങ്ങളുടെ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്ന എൻ്റെ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഇന്റർനാഷണൽ കൾച്ചർ ആൻഡ് കുലിനറി ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഏഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അറബ് രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള സ്റ്റുഡൻസ് അവർ തന്നെ സ്വന്തമായി ഉണ്ടാക്കുന്ന അവരുടെ ട്രഡീഷണൽ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു പക്ക പ്രൊഫഷണൽ പരിപാടിയാണിത്. ഓരോ രാജ്യങ്ങൾക്കും അവരുടെ കൾച്ചർ ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബൂത്ത് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി സ്പോൺസർഷിപ്പിലുള്ള ഒരു ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ട്രഡീഷണൽ ഫുഡ്സ് ഒക്കെ ഒന്ന് ട്രൈ നോക്കാം. അതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇന്തോനേഷ്യയിലുള്ള സുരകാർത്തയിലുള്ള മുഹമ്മദിയ യൂണിവേഴ്സിറ്റി നടത്തുന്ന ICAC ആണ് ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്നത്. രക്ഷി നമ്മളിപ്പോൾ യമൻ്റെ ബൂത്തിലാണ് വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. اليوم طبخنا هنا كعك وهنا لدينا شاي عدني كامل المكونات موجودة من هناك أحضرناها من عدن من اليمن. യമനിലെ പ്രസിദ്ധമായ അദനിൽ നിന്നുള്ള ബ്രെഡും ടീയുമാണ് അവർ കൊടുക്കുന്നത്. ഇപ്പൊ ചായ കുടിക്കാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ബൂത്ത് മാറ്റി പിടിച്ചു. فمع العسل هذا تاكل تستطيع أكله وحده ومع العسل أيضا. ഓക്കെ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അപ്പന പഡോസിയം ക ബിരിയാണി ട്രൈ കർണേ കേ ലിയേ ഹൈ. നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനി ബിരിയാണി എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ്. ബാക്കി ദൈവം പറയും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ പാകിസ്ഥാനി ബിരിയാണിക്ക് വല്ല സ്പെഷ്യാലിറ്റി ഉണ്ട്? Is there any specialties for Pakistani biryani? That we made at home. പുള്ളിന്റെ വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് ആണ്. നമ്മളൊക്കെ ഒരേ ഇനത്തിൽ പെട്ടതല്ലേ എന്നാണ് പറഞ്ഞത്. സാധനം ഏതായാലും സൂപ്പർ ഡൂപ്പർ ആയിരുന്നു. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ആവാത്തതുകൊണ്ടുള്ള ഒരു അസൂയ കൂടി എനിക്കുണ്ട്. അപ്പന ഭാരത് കി ടേസ്റ്റ് ആ രഹി ഹേ. ഇന്ത്യയുടെ ബൂത്തിൽ അവർ കൊടുക്കുന്നത് ലഡു ആണ്. ഛോട്ടാ ഭീമിന്റെ ഫാൻസിനെ കയ്യിലെടുക്കാനുള്ള കുശാഗ്ര ബുദ്ധിയാണ്. മലയാളം ഇതാണ് ലഡു. ചോട്ടാ ഭീം, everyone know Chota Bheem, so it's like we made laddu because we see that in Indonesia people like Chota Bheem. വളരെ സെലക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ ഫുഡ് അടി. അതുകൊണ്ട് നേരെ പോയത് ടു സ്റ്റാൻഡ് വിത്ത് പാലസ്തീൻ. പതിവ് പോലെ പാത്രം കഴുത്തി സർവ് ചെയ്യുന്ന മക്ലൂബ തന്നെയാണ് ഇവരുണ്ടാക്കിയിരുന്നത്. അരി കുറച്ച് വേവ് പറഞ്ഞെങ്കിലും നല്ല ടേസ്റ്റാണ്. ലെഗ് പീസ് കിട്ടിയതിൽ ഞാൻ ആനന്ദ തുന്തിലനുമാണ്. ഇതാണ് നമ്മളെ ഇന്നത്തെ ഫുഡ്. കംബോഡിയൻ ഫുഡിന്റെ പേര് പഠിക്കാൻ തന്നെ 1 മിനിറ്റ് എടുത്തു. പക്ക വെജിറ്റേറിയൻ ഫുഡ് ആയതുകൊണ്ട് നമ്മൾ വല്ല തടി കാലിയാക്കി. നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ള പലസ്തീനെ ഫുൾ ആയിട്ടില്ല. പിന്നെ ഫോർ ദ ലാസ്റ്റ് ട്രൈ നമ്മൾ പോകുന്നത് നൈജീരിയയുടെ ഫുഡ് കഴിക്കാനാണ്. ജോളോഫ് ഫ്രൈഡ് റൈസ് എന്നാ